നമസ്കാരം. പൊതുജനം കരുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണമൊക്കെ അതിഗംഭീരമായി മലയാളി ആഘോഷിച്ചു കഴിഞ്ഞു. ആഘോഷത്തിന്റെ കാഴ്ചകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. എങ്ങും സന്തോഷത്തിന്റെ കാഴ്ചകളായിരുന്നു. അതിനിടയിലും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത, സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. അതിന്റെ അടക്കം വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കണം ഇനിയുള്ള അരമണിക്കൂറിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ഒരുമിച്ചുള്ള വാർത്താ യാത്ര ആരംഭിക്കുന്നു. പൊതുജനം കരുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകരുടെ പ്രതികരണ വേദി കൂടിയാണ് ഈ പരിപാടി എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, വാർത്തകൾ, അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 0484 28300510. നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ നിങ്ങൾക്ക് അയക്കാൻ വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. നമ്മൾ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്ന സംസ്ഥാനത്ത് വീണ്ടും നിപ്പ. മലപ്പുറം നടുവത്ത് സ്വദേശിയായ 24-കാരൻ്റെ മരണം നിപ്പ ബാധിച്ച് എന്നാണ് സ്ഥിരീകരണം. ഇതോടെ ജില്ലയിലെ തിരുവാലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ള 5 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ 24 വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. മരണശേഷം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാദേശിക മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു സംശയം രൂപപ്പെട്ടത്. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, മുൻകാല അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ രൂപപ്പെടുത്തിയ ഒരു ജാഗ്രതയുണ്ട്, ചില ക്രമീകരണങ്ങളുണ്ട്, അതൊക്കെ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്? ഈ രോഗലക്ഷണങ്ങളുള്ളവരുടെ ഫലം അത് എപ്പോഴേക്ക് വരും എന്നാണ് കരുതുന്നത് വിപിൻ സി വിജയൻ? റിജിത്ത്, മലപ്പുറത്തെ സംബന്ധിച്ച് ആശങ്കയേറ്റി 2 മാസത്തിനിടെയാണ് വീണ്ടും നിപ്പ സ്ഥിരീകരിക്കുന്നത്. അതിൽ മരണവും സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നിപ്പ ബാധിച്ച് 24 വയസ്സുകാരൻ മരിച്ചത്. നടുവത്ത് സ്വദേശിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടിക ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ കടന്നിട്ടുമുണ്ട്. 151 പേരുടെ സമ്പർക്ക പട്ടികയാണ് നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വിപുലീകരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇദ്ദേഹം ബാംഗ്ലൂരിൽ പഠിക്കുന്ന ആളാണ്. അവിടെ നിന്നും ഓഗസ്റ്റ് 22-നാണ് ഇവിടേക്ക് കാലിന് ഒരു പരിക്ക് പറ്റി വരുന്നത്. അതിനുശേഷം 4-ാം തീയതിയാണ് പനി ബാധിക്കുന്നത്. ഈ 4-ാം തീയതി പനി ബാധിക്കുന്നതിനിടയിൽ തന്നെ സുഹൃത്തുക്കളുമായി പല സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം യാത്ര പോയിട്ടുണ്ട്. അതിനുശേഷം അവിടുത്തെ ഒരു ആശുപത്രിയിലും പിന്നീട് ഒരു ക്ലിനിക്കിലും പോയി. പനി ഭേദമാക്കാത്തതിനെ തുടർന്നാണ് വണ്ടൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്കും മാറ്റിയത്. ഈ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ വെച്ചാണ് മരിക്കുന്നത്. അപ്പോഴും മസ്തിഷ്ക ജ്വരത്തിന്റെ ചില ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിപ്പയുടെ പരിശോധിക്കാം എന്നുള്ളതിൽ നിപ്പയുടെ പരിശോധനയ്ക്കായി അത് കോഴിക്കോട്ടിലേക്ക് സാമ്പിൾ അയക്കുകയും ഇത് പോസിറ്റീവ് ആവുകയും ചെയ്തത്. ഇന്നിപ്പോൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം കൂടി വരുമ്പോൾ കൂടുതൽ ആശങ്കയാകുന്നത് ഈ തിരുവാലി പഞ്ചായത്തിലാകെയാണ്. തിരുവാലി പഞ്ചായത്തിൽ ഇതിനോടകം തന്നെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു മുൻകരുതലായിട്ടുള്ള എല്ലാ നടപടികളിലേക്കും കടക്കുന്നു എന്നുള്ളതാണ് ഇതിനോടകം മനസ്സിലാവുന്നത്. 5 പേരെയാണ് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഐസൊലേഷൻ വാർഡുകളിലേക്ക് മാറ്റാനുള്ളൊരു കാരണം ഇവർ ചെറിയ തോതിലെങ്കിലും നിപ്പയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ 151 പേരും ക്വാറന്റൈനിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ കൂടുതൽ പേർ ഇനിയിപ്പോൾ മറ്റ് ആശുപത്രികളിലേക്കൊക്കെ പോയത് കൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തും എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങളിലേക്ക് ആരോഗ്യവകുപ്പും ഇവിടുത്തെ ജനപ്രതിനിധികളും കടന്നിട്ടുണ്ട്. അതിലേറ്റവും ആദ്യത്തെ പടി പനിയുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനായി ഓരോ വാർഡുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് പനിയുള്ള വീടുകളുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി കുടുംബശ്രീ അടക്കം ഉൾപ്പെടുത്തി നാളെ തന്നെ ആ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് തുടങ്ങും. പനിയുണ്ടെങ്കിൽ എത്രയും വേഗം അവരെ ആശുപത്രിയിൽ കാണിക്കും. പനിയോ ചുമയോ ഉള്ളവർ നേരിട്ട് തന്നെ ഇവരുമായി ബന്ധപ്പെടണം എന്നുള്ള നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. പിന്നീട് ഉള്ളൊരു പ്രതിസന്ധി ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ്. 2 മാസം മുൻപ് ചെമ്പ്രശ്ശേരിയിൽ ആ 14 വയസ്സുകാരൻ മരിച്ചപ്പോഴും ഇതിന്റെ ഉറവിടം കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അവിടെ നിന്നും വെറും 10 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്ന നടുവത്തേക്കുള്ളത്. അപ്പോൾ ഇതിന്റെ കാരണം വവ്വാലുകളാണെന്നൊക്കെ പറയുമ്പോഴും അതിലൊരു ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും.
സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നടുവത്ത് സ്വദേശിയായ 24-കാരന്റെ മരണം നിപ ബാധിച്ചാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ്. ഇതോടെ ജില്ലയിൽ തിരുവാലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത്. വിപിൻ സി വിജയൻ വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. ജയിൽ മോചനത്തിന് പിന്നാലെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. 2 ദിവസത്തിനകം രാജി നൽകുമെന്നും പുതിയ മുഖ്യമന്ത്രിയെ നേതൃത്വം തീരുമാനിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ജനങ്ങളുടെ വിശ്വാസം നേടി അധികാരത്തിൽ തിരിച്ചുവരുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. എന്നാൽ രാജി നാടകം എന്നായിരുന്നു BJPയുടെ പ്രതികരണം. അറസ്റ്റിന് പിന്നാലെ രാജിക്കായി മുറവിളിയുയർന്നെങ്കിലും ജയിലിൽ നിന്ന് ഭരണം തുടരുമെന്ന നിലപാടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റേത്. എന്നാൽ 5.5 മാസത്തെ ജയിൽവാസത്തിന് ശേഷം അപ്രതീക്ഷിതമായാണ് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനം. വോട്ടർമാർ തീരുമാനിക്കും വരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പെന്ന അഗ്നിപരീക്ഷ നേരിട്ട് തിരിച്ചുവരുമെന്നും അരവിന്ദ് കെജ്രിവാൾ. अगर आपको लगता है केजरीवाल ईमानदार है, जम के वोट दे देना मेरे पक्ष में, चुनाव के बाद सीएम की कुर्सी पे जाके बैठूंगा. जब तक चुनाव नहीं होते, मैंने जैसे बताया 2 दिन के बाद मैं अपना इस्तीफा दूंगा. जब तक चुनाव नहीं होते तब तक मेरी जगह आम आदमी पार्टी से कोई और मुख्यमंत्री बनेगा. പുതിയ മുഖ്യമന്ത്രിയെ രാജിക്ക് ശേഷം തെരഞ്ഞെടുക്കാനാണ് ധാരണ. മനീഷ് സിസോദിയയും മന്ത്രിസഭയുടെ ഭാഗമാകില്ല. അരവിന്ദ് കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയയുടെയും മണ്ഡലങ്ങളിൽ നവംബറിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും കയറാൻ പാടില്ലെന്ന കർശന ഉപാധിയോടെയാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ഇതോടെ ഡൽഹി നേരിടുന്ന ഭരണപ്രതിസന്ധികൾക്കിടെയാണ് കെജ്രിവാളിന്റെ രാജി നീക്കം. രാജി നാടകമെന്നാണ് BJPയുടെ പ്രതികരണം. വിനീത VG 24 ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. ഇത് 2ാം തവണയാണ് ഡൽഹി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി. അഴിമതിക്കെതിരെയുള്ള ലോക്പാൽ ബിൽ പാസാക്കാൻ കഴിയാതെയാണ് 2014 49 ദിവസത്തെ ഭരണശേഷം അരവിന്ദ് കെജ്രിവാൾ അധികാരമൊഴിഞ്ഞത്. എന്നാൽ അഴിമതിയുടെ പേരിലാണ് 4.5 വർഷത്തിനു ശേഷമുള്ള ഇപ്പോഴത്തെ രാജിപ്രഖ്യാപനം. അഴിമതിക്കെതിരെ പടനയിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഭരണത്തിന്റെ അമരത്തെത്തിയത്. 2013 കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. കോൺഗ്രസിന്റെ പിന്തുണയോടെയുള്ള ആദ്യ സർക്കാരിന് വെറും 49 ദിവസത്തെ ആയുസ് മാത്രം. പ്രധാന വാഗ്ദാനമായിരുന്ന ലോക്പാൽ ബിൽ പാസാക്കാൻ കഴിയാതെയായിരുന്നു രാജി. 2015 70-ൽ 67-ഉം 2020-ൽ 62-ഉം സീറ്റ് നേടിയാണ് ആം ആദ്മി പാർട്ടി ഭരണത്തിലേറിയത്. വാഗ്ദാനങ്ങളും ഭരണ നേട്ടങ്ങളും ഉയർത്തിയായിരുന്നു ആ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടതെങ്കിൽ ഇപ്പോൾ സാഹചര്യം അതല്ല. അഴിമതിക്കെതിരെ നിലകൊണ്ട നേതാവ് അഴിമതി കേസിൽ പ്രതിയാണ്. അധികാരത്തിലിരിക്കുമ്പോൾ ജയിലിൽ കഴിഞ്ഞ ആദ്യ മുഖ്യമന്ത്രിയാണ്. രാജിവെച്ചാലും തെരഞ്ഞെടുപ്പ് ജയിച്ചാലും അരവിന്ദ് കെജ്രിവാളിന് നിയമ നടപടികൾ നേരിടണം. അപ്പോൾ രാഷ്ട്രീയ പോരാണ് അരവിന്ദ് കെജ്രിവാൾ ലക്ഷ്യമിടുന്നത്. BJPക്കും നരേന്ദ്രമോദിക്കും ചുട്ട മറുപടി നൽകണം. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി, സംസ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാൾ എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ 2 തവണയും ഡൽഹി ജനത വിധി എഴുതിയത്. കലങ്ങിമറിയുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ജനവിധി അനുകൂലമാക്കേണ്ടത് അരവിന്ദ് കെജ്രിവാളിന് നിലനിൽപ്പിന്റെ കാര്യവുമാണ്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. കോഴിക്കോട് പേരാമ്പ്രയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന അത് മണിക്കൂറുകളോളമാണ് ആ മേഖലയിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കാട്ടിലേക്ക് ആനയെ തുരത്തിയിട്ടുണ്ട്. ആന പിണ്ടപ്പാറപ്പുഴ കടന്ന് കാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. മേഖലയിൽ നിരീക്ഷണം തുടരുമെന്ന് ഉദ്യോഗസ്ഥ സംഘം വ്യക്തമാക്കി. എന്നാൽ ആന ഇനിയും എത്തുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇന്ന് പുലർച്ചെയാണ് ആന ജനവാസ മേഖലയിലെത്തിയത്. തുടർന്ന് പേരാമ്പ്ര ബൈപ്പാസിനോട് ചേർന്ന കുന്നിൻ മുകളിൽ ഏറെ നേരം തമ്പടിച്ചു. ഉച്ചയ്ക്ക് 12:30 കുന്നിറങ്ങിയ ആന മേഖലയാകെ ഭീതി പരത്തി. പള്ളിത്താഴെ, കിഴക്കേ പേരാമ്പ്ര എന്നിവിടങ്ങളിലൂടെ ഓടിയ കാട്ടാനയ്ക്ക് പുറകെ നാട്ടുകാർ ഓടിയതോടെ ആശങ്ക വർദ്ധിച്ചു. പിന്നീട് ആന വന്ന വഴി തന്നെ തിരിച്ചു പോകുവാനായി വനംവകുപ്പ് തടസ്സങ്ങളില്ലാതെ വഴിയൊരുക്കി. കോഴിക്കോട് DFO ആഷിഖിന്റെ നേതൃത്വത്തിലാണ് ആനയെ തുരത്തിയത്. മുകളിൽ കയറി കഴിഞ്ഞ് രാവിലെ രാവിലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുന്നത് അത് മറ്റേ മുളക് പൊട്ടിച്ച് കഴിക്കുന്നതാണ് ആളുകൾ കണ്ടത്. ഇപ്പോൾ എന്തായിട്ടുണ്ട്, ഒരു പ്രാവശ്യം അത് ഇങ്ങോട്ട് ഇറങ്ങി ഓടിയാറോ അതിൽ മറ്റേ ഫോറസ്റ്റിലൊരു ഉദ്യോഗസ്ഥൻ വീണിട്ട് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും മുകളിൽ തന്നെയുള്ള ആളുകൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. പട്ടാണിപ്പാറ ഭാഗത്തേക്ക് നീങ്ങിയ കാട്ടാന പിണ്ടപ്പാറപ്പുഴ കടന്നാണ് കാട്ടിലേക്ക് പോയത്. കാട്ടാന ഇനിയും തിരിച്ചു വരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. 24 കോഴിക്കോട്.
തൃശൂർ മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാൻ വന്നവരും തമ്മിൽ സംഘർഷം. ബാർ ജീവനക്കാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് കിട്ടിയിട്ടുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കും. ISL-ൽ പഞ്ചാബിനെതിരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ നായകൻ അഡ്രിയാൻ ലൂണ കളിക്കില്ല. പനി മൂലം താരത്തിന് മത്സരം നഷ്ടമായി. മിലോസ് ഡ്രിൻസിച്ചാണ് ആദ്യ മത്സരത്തിൽ ടീമിനെ നയിക്കുക. അനിൽ വാസുദേവ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അനിൽ, ലൂണ കളിക്കില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നു. എന്താണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ഒപ്പം തന്നെ ഒരു ആവേശപൂർണ്ണമായി എല്ലാവരും കാത്തിരിക്കുകയാണ്. തിരുവോണ ദിനത്തിലെ മത്സരമാണ്, ഒരു ഓണസമ്മാനം ഉണ്ടാകുമോ എന്നുള്ള കാത്തിരിപ്പൊക്കെയാണത്. എത്രത്തോളം ആവേശമുണ്ട് സ്റ്റേഡിയത്തിൽ? കാണാൻ കഴിയുന്ന കാഴ്ചകൾ എങ്ങനെ, അനിൽ വാസുദേവ്? രജിത്ത്, ഇപ്പോഴാണ് മത്സരത്തിന്റെ ഇരു ടീമുകളുടെയും ആദ്യ 11 ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യം, ടീമിലെ ഏറ്റവും ആരാധകരുള്ള അഡ്രിയാൻ ലൂണ, നായകൻ, ഇന്നത്തെ മത്സരത്തിന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസം തന്നെ ഇതിനെക്കുറിച്ച് ചില സൂചനകളൊക്കെ തന്നെ ലഭിച്ചിരുന്നു. താരം കഴിഞ്ഞ ദിവസം തന്നെ ടീം പ്രാക്ടീസിനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഉറപ്പിച്ചതാണ് ഒരുപക്ഷെ താരം ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ അത്തരം വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നായകൻ അഡ്രിയാൻ ലൂണ ആദ്യ മത്സരത്തിൽ കളിക്കുന്നില്ല. പകരം ഡിഫൻഡർ മിലോസ് ഡ്രിൻസിച്ചാണ് ടീമിനെ നയിക്കുക. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച താരങ്ങളെ അണിനിരത്തി തന്നെയാണ് ആദ്യ ലെവലിലുള്ളത്. നോഹ സദോയ്, പ്രത്യേകിച്ച് ഡ്യൂറൻ കപ്പിലെ ടോപ്പ് സ്കോററായി ഒക്കെ മാറിയ നോഹ സദോയ്, ഇത്തവണ ഗോവയിൽ നിന്ന് എത്തിച്ച നോഹ സദോയ് ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ലെവലിൽ തന്നെ ഇറങ്ങും. ഒപ്പം തന്നെ അദ്ദേഹത്തിന് കൂട്ടായി ക്വാമി പെപ്രയും മലയാളി താരം KP രാഹുലുമുണ്ട്. മറ്റൊരു സഹീലാണ്, സച്ചിൻ സുരേഷ് സഹീൽ എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ലെവലിലുള്ള മറ്റ് 2 മലയാളി താരങ്ങൾ. പഞ്ചാബിന്റെ നിരയിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു മലയാളി താരമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനായി കഴിഞ്ഞ സീസണിലൊക്കെ കളിച്ചിരുന്ന നിഹാൽ സുധീഷ് ഇത്തവണ ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബിൽ കളിക്കുകയാണ്. നിഹാൽ അവരുടെ ഫോർവേഡായി ആദ്യ ലെവലിൽ കളിക്കുന്നു. മത്സരം തുടങ്ങാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 7:30-ക്കാണ് മത്സരത്തിന്റെ കിക്ക് ഓഫ്. ഓണാഘോഷം അതിന്റെ ഒരു കൊട്ടിക്കയറുന്ന ഒരവസ്ഥ തന്നെ നമുക്ക് കല്ലൂരിൽ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാണികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. 50% പേരെ മാത്രമാണ് സ്റ്റേഡിയത്തിൽ പ്രവേശനം അനുവദിച്ചത്. സ്റ്റേഡിയം സ്റ്റാഫിന്റെ ജോലിഭാരം കുറയ്ക്കുക ഓണദിനമായതിനാൽ എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇത്തവണ ആണികളുടെ എണ്ണം കുറച്ചത്. എന്നിരുന്നാൽ പോലും ആവേശത്തിന് ഒട്ടും തന്നെ കുറവില്ല. ഇപ്പോൾ തന്നെ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് അതിന്റെയൊക്കെ തന്നെ ആവേശത്തിന്റെ അലയൊലികളൊക്കെ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇനി മത്സരത്തിൽ കളത്തിലുള്ള വമ്പൻ പോരാട്ടത്തിനായാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. TK റീജിത്ത്. ശരി, അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകുകയായിരുന്നു കലൂരിൽ നിന്ന്. ചെറിയ വാർത്തകളിലേക്ക് വീണ്ടും. ഇടുക്കി ചക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. റവന്യൂ മന്ത്രിയുടെ ഓഫീസ് വരെ കയ്യേറ്റത്തിന് വഴിവെച്ചുവെന്നാണ് IG K സേതുരാമന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. താലൂക്ക് സർവേയർ കയ്യേറ്റ ഭൂമിക്ക് വ്യാജരേഖ ചമച്ചു നൽകിയെന്നും വ്യക്തമാണ്. ചക്രമുടിയിലെ കയ്യേറ്റ ഭൂമി ആദ്യം കൈയടക്കി വെച്ചിരുന്നത് തമിഴ്നാട് സ്വദേശിയായ മൈജോ ജോസഫ് എന്ന വ്യക്തിയാണ്. പിന്നീടാണ് അടിമാലി സ്വദേശി സിബി ജോസഫിന് ഈ സ്ഥലം കൈമാറ്റം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സ്ഥലത്തിന്റെ അതിർത്തി തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി മൈജോ ജോസഫ് ഉടുമ്പൻചോല തഹസിൽദാർക്ക് പലതവണ നൽകിയ നിവേദനം തള്ളിയിരുന്നു. പിന്നീട് എങ്ങനെയാണ് ഈ കയ്യേറ്റ ഭൂമിക്ക് കൃത്രിമ രേഖകൾ കിട്ടിയത് എന്നതിന്റെ ഉത്തരമാണ് തെളിയുന്നത്. ഉടുമ്പൻചോല തഹസിൽദാർ മൈജോ ജോസഫിന്റെ അപേക്ഷ പാടെ തള്ളിയതോടെയാണ് റവന്യൂ മന്ത്രിക്ക് നേരിട്ട് അപേക്ഷ നൽകുന്നത്. മകളുടെ വിവാഹ ആവശ്യത്തിനായി ഭൂമി അടിയന്തരമായി കൈമാറ്റം ചെയ്യുകയോ പണയപ്പെടുത്തുകയോ ചെയ്യുന്നതിന് അതിർത്തി നിർണയിച്ചു തരണമെന്നാണ് മൈജോ ജോസഫ് ആവശ്യപ്പെട്ടിരുന്നത്. റവന്യൂ മന്ത്രിക്ക് നൽകിയ അപേക്ഷയിന്മേൽ ഇടുക്കി ഡെപ്യൂട്ടി കളക്ടറായിരുന്ന മനോജ് K അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. കൂടാതെ NOC ഇല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയുന്നതിന് വനം, റവന്യൂ, പോലീസ് വകുപ്പുകൾക്ക് വീഴ്ച പറ്റിയെന്നും ഗുരുതരമായ കണ്ടെത്തലുകളിൽ പറയുന്നു. കയ്യേറ്റ സ്ഥലം തിട്ടപ്പെടുത്തി സ്കെച്ച് തയ്യാറാക്കി നൽകിയത് താലൂക്ക് സർവേയർ ബിപിൻ രാജാണ്. 355 ഹെക്ടർ വരുന്ന പാറപ്പുറമ്പോക്ക് ഭൂമിക്ക് മറ്റൊരു സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെടുത്തി വ്യാജരേഖ ചമച്ചു നൽകി. റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായിട്ടും നടപടികൾ വൈകുകയാണ്. കളക്ടറുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി ഇനി സർക്കാരിന് കൈമാറും. കയ്യേറ്റം ഒഴിപ്പിച്ച് ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലെ ആവശ്യം. കൂടാതെ കയ്യേറ്റക്കാർക്കെതിരെയും കയ്യേറ്റത്തിന് കൂട്ടുനിന്നവർക്കെതിരെയും കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.
അനധികൃത കയ്യേറ്റത്തിന് കൂട്ടുനിന്നവരാരാണ്? ഉദ്യോഗസ്ഥരെങ്കിൽ അവർക്കെതിരെ കർശന നടപടി വേണം എന്ന ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ചില പ്രതികരണങ്ങളിലേക്കാണ് ഇനി ജനം പറയുന്നത് കേൾക്കാം. ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ നല്ല സപ്പോർട്ടുണ്ട് ഇവർക്ക്. കാരണം ഞങ്ങൾ ചെന്ന് പരാതി കൊടുക്കുന്ന സ്ഥലത്തെല്ലാം ചെന്ന് കഴിയുമ്പോൾ പരാതി കൊടുത്തിട്ട് ഞങ്ങൾ പോരും. പക്ഷെ അതിനൊരു മറുപടിയും കിട്ടാത്തതിന്റെ പേരിലാണ് കഴിഞ്ഞ മാസം 21-ാം തീയതി ഞങ്ങൾ ദേവികുളം സബ് കളക്ടറിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹമാണ് തഹസിൽദാരെ പറഞ്ഞു വിട്ട് അതിനുശേഷമാണ് പത്രമാധ്യമങ്ങളിൽ ഈ വാർത്ത വരാൻ തുടങ്ങിയത്. 10 മാസമായപ്പം തുടങ്ങിയ പരിപാടികളാണ് ഈ റോഡ് അത് ഇതൊക്കെ. അപ്പം ഞങ്ങൾ പറയുന്നത് എന്തായിരിക്കുന്ന ഓസ് എന്റെ ഓസാണ്. ഈ എന്റെ വീട്ടിൽ കുടിച്ചുകൊണ്ടിരിക്കുക വെള്ളമാണ്. ഇവിടെ വന്നപ്പോൾ വെള്ളം തിരിക്കാൻ വരാൻ പറ്റില്ല. വെള്ളം തിരിക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. ഇവിടെ പണിയുന്ന ആൾക്കാരെ വിട്ട് തള്ളാൻ പറയും. ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ കടന്ന് പ്രശ്നം ഉണ്ടാക്കണം. ഒരു ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഇത് നേരെ അടിവശം. അവിടെ എന്ന് വെച്ചാൽ 1900 ഉരുള് പൊട്ടിയതാ. ഇത് ഇത്രയും നിർമ്മാണം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഒളിച്ചു പോയി കഴിഞ്ഞാൽ ഇത് ബൈസൺ വാലി കൊടിയും പോവും. ബൈസൺ വാലി കുഞ്ചിത്തിന് വരെ ഇത് നിരപ്പാവും. വയനാട് പോലെ ആയിപ്പോവും. ഇതൊക്കെ താഴെ താമസിക്കുന്നത് ഇതുപോലെ പണി ചെയ്ത ഈ ഉരുൾ പാറയും പൊട്ടിച്ച് അവിടെ വലിയ ഒരു കുഴി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ ഇതൊക്കെ താഴെ താമസിക്കാൻ ഭയങ്കര പേടിയാണ്. ഈ കുടിവെള്ളം ഈ കുടി തൊട്ട് വൈശ്യന്മാര് വരെ ഈ തോട്ടിലുള്ള വെള്ളമാണ് കഴിക്കുന്നത്. ഇത് റിസോർട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം മാലിന്യമായി പോകും. ആൾക്ക് വെള്ളമേ കുടിക്കാൻ പറ്റുള്ളൂ. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.